എല്ലാ കൂട്ടുകാർക്കും ഗുരുദേവ നാമത്തിൽ നമസ്കാരം. ശ്രീ സിപ്പി പള്ളിപ്പുറത്തിൻ്റെ ഉണ്ണികൾക്ക് 108 ഗുരുദേവ കഥകൾ എന്ന ബാലസാഹിത്യ രചനയിൽ നിന്നും വഞ്ചിക്കുള്ളിൽ ഒരു ഭ്രാന്തൻ. ഒരിക്കൽ ഗുരുദേവൻ അഞ്ചുതെങ്ങ് ക്ഷേത്രം സന്ദർശിച്ച ശേഷം ഒരു വഞ്ചിയിൽ ശിവഗിരിയിലേക്ക് പോകാൻ ഒരുങ്ങുകയായിരുന്നു. അപ്പോഴാണ് അവിടെയെല്ലാം ചുറ്റിത്തിരിഞ്ഞു നടന്ന ഒരു ഭ്രാന്തൻ ഓടിവന്ന് വഞ്ചിയിൽ കയറിയിരുന്നത്. ഗുരുദേവൻ അയാളെ സൂക്ഷിച്ചു നോക്കി. താടിയും മീശയും വളർന്ന മുഖം, കാറ്റത്ത് പാറുന്ന ചപ്ര തലമുടി, അല്പം മെലിഞ്ഞ ശരീരം. വഞ്ചിയിലിരുന്നവരും പുറമേ നിന്നവരും ചേർന്ന് ആ ഭ്രാന്തനെ വഞ്ചിയിൽ നിന്നും വലിച്ചിറക്കാൻ പണിപ്പെട്ടു. അപ്പോൾ ഗുരുദേവൻ പറഞ്ഞു, എന്തിനാ അയാളെ ഇറക്കി വിടുന്നത്? അവിടെ ഇരിക്കട്ടെ. ഇതൊരു ഭ്രാന്തനാണ്. വഞ്ചി വിടുമ്പോൾ ഇയാൾ സ്വാമികളെ ശല്യപ്പെടുത്തിയാലോ? ഒരാൾ ചോദിച്ചു. സാരമില്ല, അയാൾ നമ്മെ ഉപദ്രവിക്കുമെന്ന് തോന്നുന്നില്ല. ഗുരുദേവൻ അവരെ സമാധാനിപ്പിച്ചു. അതോടെ ഭ്രാന്തനെ ഇറക്കാൻ വന്നവർ ആ ഉദ്യമത്തിൽ നിന്നും പിന്തിരിഞ്ഞു. വഞ്ചിക്കാരൻ കടവിൽ നിന്ന് വഞ്ചി കഴുക്കോൽ കൊണ്ട് കുത്തി അകത്തി വിട്ടു. വഞ്ചി നടുപ്പുഴയിലെത്തിയപ്പോൾ ഭ്രാന്തൻ ഉറക്കെ പാട്ടുപാടാൻ തുടങ്ങി. പാട്ട് കേട്ട് അക്കരെ നിന്ന് ചില നായ്ക്കൾ ഉറക്കെ ഓരിയിട്ടു. ഇതിനിടയിൽ ഗുരുദേവൻ അയാളോട് ചോദിച്ചു, എന്താ, സംഗീതം വല്ലതും പരിശീലിച്ചിട്ടുണ്ടോ? ഒന്നും പരിശീലിച്ചിട്ടില്ല സ്വാമി. ഭ്രാന്തൻ ഉറക്കെ ചിരിച്ചു. എങ്കിൽ പിന്നെ പാടാതിരിക്കുന്നതാണ് നല്ലത്, ഗുരുദേവൻ കൽപ്പിച്ചു. എങ്കിൽ ഞാൻ പാട്ട് നിർത്താം. അയാൾ ഭവ്യതയോടെ ഗുരുദേവൻ പറഞ്ഞത് അക്ഷരം പ്രതി അനുസരിച്ചു. പിന്നെ അയാൾ വളരെ ശാന്തനായി വഞ്ചിപ്പടിയിൽ അടങ്ങി ഒതുങ്ങിയിരുന്നു. ഗുരുദേവൻ വാത്സല്യപൂർവ്വം അയാളോട് ചോദിച്ചു, നല്ല അനുസരണയുള്ള ആളാണല്ലോ, എന്താണ് പേര്? ഭൈരവൻ എന്ന എല്ലാവരും വിളിക്കുന്നത്, അയാൾ പറഞ്ഞു. നന്നായിരിക്കുന്നു, നല്ല പേര്, ഗുരുദേവൻ സന്തോഷം അറിയിച്ചു. അയാൾ കുറേ നേരം ആദരപൂർവ്വം ഗുരുദേവനെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ പതുക്കെ ഒന്ന് മയങ്ങിപ്പോയി. നേരം കടന്നുപോയത് അറിഞ്ഞില്ല. കുഞ്ഞോളങ്ങളിൽ ആടിയുലഞ്ഞും ഇടയ്ക്കിടെ വെള്ളം തെറിപ്പിച്ചും വഞ്ചി വൈകുന്നേരത്തിന് മുമ്പായി ശിവഗിരി ആശ്രമത്തിന് സമീപത്തെത്തി. ഗുരുദേവനും കൂട്ടരും വഞ്ചിയിൽ നിന്നിറങ്ങി. എന്നാൽ എന്തു ചെയ്യണമെന്നോ എങ്ങോട്ട് പോകണമെന്നോ നിശ്ചയമില്ലാതെ പാവം ഭ്രാന്തൻ വഞ്ചിക്കുള്ളിലിരിക്കുന്നു. ഇറങ്ങി വാ, കുറച്ചു ദിവസം ഇവിടെ താമസിച്ചിട്ട് പോയാൽ മതി. ഗുരുദേവൻ കാരുണ്യപൂർവ്വം അയാളെ ക്ഷണിച്ചു. അയാൾ വഞ്ചിയിൽ നിന്നിറങ്ങി തലയും താട്ടി ഗുരുദേവനോടൊപ്പം ആശ്രമത്തിലേക്ക് നടന്നു. ഗുരുദേവൻ അയാളെ അവിടെ താമസിപ്പിക്കാൻ വേണ്ട ഏർപ്പാടുകളെല്ലാം ചെയ്തു. അല്പം ചില ചികിത്സകളും നൽകി. എന്തിനു പറയുന്നു, 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഭ്രാന്ത് മാറി ഗുരുവിനെ നമസ്കരിച്ച് അയാൾ ഒരു പുതിയ മനുഷ്യനായി സ്വന്തം വീട്ടിലേക്ക് പോയി. നന്ദി, നമസ്കാരം.